ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നും എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ രണ്ട് തരം നമ്പേഴ്സിലാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ചോദിക്കുക. ഒന്ന് സാധാരണ പോയിന്റ് ഒന്നും ഇല്ലാത്ത ഒരു നമ്പർ, ഇതിൽ പോയിന്റ് ഇല്ലല്ലോ, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പറും അതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിലാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിൽ നോക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2, 3, 4, 5 ഈ 4 നമ്പറിലും ഡെസിമൽ പോയിന്റ് ഇല്ല, പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇതൊക്കെ നോൺ സീറോ നമ്പേഴ്സാണ് അല്ലേ. 2, 3, 4, 5 എന്നൊക്കെ പറയുന്നത് സീറോ അല്ലാത്ത നമ്പേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായിട്ട് കൂട്ടും. ഇതൊരെണ്ണം സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്, ഇത് ഒക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. എണ്ണി നോക്കാം, 1, 2, 3, 4. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4 ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കി, 2, 3, 0, 4, 5. ഇപ്പോൾ 0 ഇവിടെ വന്നു. ഈ 0 എന്ന് പറഞ്ഞത്, ഈ 0 രണ്ട് നമ്പറിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഈ 0 കിടക്കുന്ന ഈ രണ്ട് നമ്പർ ഇടയിൽ കിടക്കുന്ന ആ തൊട്ടപ്പുറത്തുള്ള നമ്പേഴ്സ് നോൺ സീറോ ആണെന്ന് ആദ്യം നോക്കാം. അതായത് 0ൻ്റെ അടുത്ത് കിടക്കുന്ന 3യും 0ൻ്റെ അടുത്ത് കിടക്കുന്ന 4ഉം ഒരു സീറോ അല്ലാത്ത നമ്പറാണ് അല്ലേ. അപ്പോൾ ഈ 0നെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൂട്ടാം. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇവിടുത്തെ ആൻസർ. ഈ 0ൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്പേഴ്സ് 0 അല്ലെങ്കിൽ നമ്മൾ ആ 0നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൂട്ടും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. അടുത്ത് നോക്കി, 2, 3, 4, 5, 0, 0. ഈ രണ്ട് 0ൻ്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ചേ. ഈ രണ്ട് 0 ഈ 0 കിടക്കുന്നത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ സംഖ്യയിലും ഇപ്പുറത്തായാലും ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ട് 0 ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കൂട്ടില്ല. ഇത് അവസാനം വന്ന രണ്ട് 0 ആണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പർ നോൺ സീറോ ആണെങ്കിലും ഇപ്പുറത്തെ നമ്പർ 0 ആയിട്ടാണ് പോയത്. ഈ 0ൻ്റെ ആണെങ്കിൽ ഇപ്പുറത്തെ നമ്പറിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ ഒരു 4 നമ്പറേ കൂട്ടുള്ളൂ, ഈ രണ്ട് 0 ഇവിടെ കൂട്ടാൻ പാടില്ല. അപ്പോൾ 1, 2, 3, 4 ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കി, 0, 4, 0, 0, 2, 0, 4, 0, 0. ഇതിലെ എല്ലാ എക്സാമ്പിൾസും നമ്മളൊരുവിധം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര എക്സാമ്പിൾസ് ചെയ്യുന്നത്. 0, 4, 0, 0, 2, 0, 4, 0, 0. ഇനി ഇവിടെ നോക്കി, ഈ 4ൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് 0 ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ ഒരു നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഈ 0 ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ തുടങ്ങുന്നത് 1, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇനി ഈ രണ്ടെണ്ണം ഈ രണ്ട് 0ൻ്റെ ഇടയിൽ രണ്ട് നമ്പേഴ്സ് കിടക്കുന്നുണ്ട്. അത് നോൺ സീറോ അല്ലാത്ത നമ്പർ ആയതുകൊണ്ട് ഈ രണ്ട് 0 ഇവിടെ കൂട്ടും. പിന്നെ ഇവിടെ 2 കൂട്ടും. ഈ 0ൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പേഴ്സ് രണ്ടും 0 അല്ല, അപ്പോൾ ഇത് കൂട്ടും. ഈ രണ്ട് 0 നമ്മൾ എടുക്കില്ല. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് നന്നായി പഠിച്ചിരിക്കുക. ഇത് നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. ഇനി നമുക്ക് ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് നോക്കാം. ഇത്രയും നേരം നമ്മൾ ഡെസിമൽ പോയിന്റ് വരാത്ത നമ്പേഴ്സിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് പഠിച്ചത്. ഇനി പോയിന്റ് വരുന്ന നമ്പേഴ്സിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 23.45 ഡെസിമൽ പോയിന്റ് വന്നു, പോയിന്റ് 23.45. അപ്പോൾ ഇതിൽ ഒറ്റ റൂളുള്ളൂ, 1 2 റൂളിൽ നമുക്കിത് സുഖമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ആ നോൺ സീറോ തൊട്ടങ്ങോട്ട് എണ്ണി ലാസ്റ്റ് എത്തണ വരെ നമുക്കത് എണ്ണി പോവാം. ഫസ്റ്റത്തെ നമ്പർ പോയിന്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റത്തെ നമ്പർ നോൺ സീറോ ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണാം, 1, 2, 3, 4. അതായത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇനി വീണ്ടും വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 23.450. ഇതേപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് നോൺ സീറോ നമ്പേഴ്സ് തൊട്ടങ്ങോട്ട് എണ്ണി തുടങ്ങാം, 1, 2, 3, 4, 5. കണ്ട
ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ട് ലാസ്റ്റ് നമ്പർ വരെ, അത് 0 ആണെങ്കിലും അല്ലെങ്കിലും ലാസ്റ്റ് വരെ നമ്മൾ എണ്ണണം. ഏത് കാര്യത്തിൽ? ഡെസിമൽ പോയിന്റ് വരെ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ട് ലാസ്റ്റ് നമ്പർ വരെ 0 ആണെങ്കിലും നമ്മളത് കൂട്ടും. 1, 2, 3, 4, 5 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇവിടെ വരുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 0.002345. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, പോയിന്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സാണ്. എന്താണ് ആ റൂള് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ട് ലാസ്റ്റ് വരെ 1, 2, 3, 4 1, 2, 3, 4. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് ഇവിടെ? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, 0.2345. ഇവിടെയും പോയിന്റ് വന്ന്, പോയിന്റ് ഉണ്ട്, ഫസ്റ്റ് നോൺ സീറോ ഇതാണ്, 2 ആണ് ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ. 1, 2, 3, 4. എത്രയുണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അടുത്ത് നമുക്ക് നോക്കാം എക്സാമ്പിളായിട്ട്. എക്സാമ്പിൾ 2.004050. ഇതൊരിത്തിരി വലുതാണ്, വേറെ കുഴപ്പങ്ങളില്ല. നമ്മൾ ഇത്രയും നേരം പഠിച്ചതുപോലെ തന്നെ പോയിന്റ് ഉണ്ട്. ആദ്യം തന്നെ ആലോചിക്കുക, ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നമ്പർ, ഇതാണ് ഫസ്റ്റ് നോൺ സീറോ നമ്പർ. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ എത്ര ഉണ്ട്? 8 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ 0 ഒന്നും നമ്മൾ നോക്കരുത് കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട. 2 റൂളേ ഉള്ളൂ ഡെസിമൽ പോയിന്റ് വരുന്നതിൽ. ഫസ്റ്റ് നമ്പർ നോൺ സീറോ ആയിരിക്കണം, ലാസ്റ്റ് വരെ നമ്മൾ എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 2.000. ഈ നമ്പറിലും എന്തുണ്ട്? പോയിന്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇതായതുകൊണ്ട് 1 തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തണ വരെ, അത് 0 ആയാലും അല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. 1, 2, 3, 4. എത്രയുണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി വേറെ എക്സാമ്പിൾ നോക്കിയേ, 3.0000. ഇത് എന്താണ്? ഫസ്റ്റ് നോൺ സീറോ. 1, 2, 3, 4, 5. 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പറും ഡെസിമൽ പോയിന്റ് അല്ലാത്ത നമ്പറിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാണ്ട് ആൻസർ ചെയ്താൽ. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ 3-4 കാര്യം കൂടി പഠിക്കേണ്ട. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഡെസിമൽ നമ്പർ അല്ലാത്തത്, അതുപോലെ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ്. ഇനി പറയുന്നത് പവർ വരുന്ന കേസിൽ, ഇൻ കേസ് ഓഫ് പവർ, അതായത് റേസ്ഡ് ടു എന്നൊക്കെ പറയില്ലേ, അതായത് 3.8 × 10⁻². ഇവിടെ പവറിന് വന്നേക്കുന്നത് 10⁻², അല്ലെങ്കിൽ 10⁻12 ഇങ്ങനെ തന്നേക്കുന്നത്. ഇതിന് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10⁻12 എന്നുള്ളത് ഈ പവറിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ഈ ഒരു സംഭവം നമ്മൾ 0 ആയിട്ടാണ് കണക്ക് കൂട്ടാം, ഈ പവർ വരുന്ന ഈ സംഭവം. ബാക്കി എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം 3.8 ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ട് ലാസ്റ്റ് വരെ 1, 2. അപ്പോൾ ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. വേറൊരു നമ്പർ എടുത്ത് എക്സാമ്പിളായിട്ട് 5.61 × 10⁻13. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 10⁻13 എന്നുള്ളത് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 0 ആയിട്ട് കണക്കാക്കണം. അത് പവറിൻ്റെ കാര്യത്തിൽ 0 ആയിട്ടാണ് വരിക. ബാക്കിയുള്ള നമ്പേഴ്സ് 1, 2, 3 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു പവറിൻ്റെ കേസ് നിങ്ങൾ നന്നായി പഠിക്കും. ഈ കേസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു എക്സാക്റ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാക്റ്റ് നമ്പർ, ഒരു ബാസ്ക്കറ്റിൽ 20 ഓറഞ്ചസ് ഉണ്ടെന്ന് വയ്ക്കുക. 20 ഓറഞ്ചസ്, ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എക്സാക്റ്റ് നമ്പറാണ് 20 ഓറഞ്ചസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റ് ആണ്. പരീക്ഷയ്ക്ക് ഇൻഫിനിറ്റ് എന്നാണ് എഴുതേണ്ടത്. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. അടുത്തത് എക്സാമ്പിൾ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. അതൊരു എക്സാക്റ്റ് നമ്പർ ആയതുകൊണ്ട് അതും എന്താണ്? ഇൻഫിനിറ്റ് ആണ് ഇവിടുത്തെ ആൻസർ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ
100 സ്റ്റുഡൻസ് ഉണ്ട്. 100 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? ഇൻഫിനിറ്റ് നമ്പർ തന്നെ. ഇനി പൈയുടെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് നമ്പറാണ് 3.14. അതൊരു എക്സാക്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ അത് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുക. 100 സ്റ്റുഡൻസ്, 20 ആപ്പിൾസ്, പൈയുടെ വാല്യൂ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് എന്താണ്? ഇൻഫിനിറ്റ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ പവർ ആണെങ്കിൽ പവറിൻ്റെ 0 ആക്കി എടുത്തിട്ട് ബാക്കി വേണം നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കണക്കാക്കാൻ. ഇവിടെ നമ്മൾ പവേഴ്സ്, എക്സാക്റ്റ് നമ്പേഴ്സിൻ്റെ കേസൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്, ചേഞ്ച് ഇൻ യൂണിറ്റ്സ്. യൂണിറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരും. 1.234 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരിക്കലും വരില്ല. സെയിം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇപ്പോൾ സെൻറ്റിമീറ്ററിൽ വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് നോൺ സീറോ നമ്പേഴ്സ് ടു ലാസ്റ്റ് നമ്പർ 1, 2, 3, 4 ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ നമ്പറിനെ മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യും? ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മീറ്ററിലേക്ക് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അതായത് 1.234 ഡിവൈഡഡ് ബൈ 100. ഇവിടെ 2 0 ആയതുകൊണ്ട് പോയിന്റിലേക്ക് ഇങ്ങോട്ടേക്ക് 2 നമ്പർ മാറ്റി കുത്തിടണം. അതായത് ഈ പോയിന്റിൻ്റെ ഉള്ളിലേക്ക് 2 നമ്പർ ചേർക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഇവിടെ ഉണ്ട് ചേർക്കാൻ, പിന്നെ ഒരു 0 കൂടിയും കൂട്ടിച്ചേർക്കണം. 0.0123 മീറ്റർ ഇങ്ങനെയാണ് ചെയ്യുക. 2 0 വരാണെങ്കിൽ ഈ പോയിന്റിൻ്റെ ഇപ്പുറത്തോട്ട് 2 നമ്പേഴ്സ് കൂട്ടിച്ചേർക്കണം. ഇവിടെ നമുക്ക് ഒരു നമ്പറേ ഉള്ളൂ, ബാക്കി നമ്മൾ 0 ചേർത്തു. ഇപ്പോൾ 2 നമ്പർ പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ചേർത്തു. എന്നാലും ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഈ സെൻറ്റിമീറ്ററിൽ. ഇപ്പോൾ ഇവിടെ മീറ്ററിൽ നോക്കി, ഇവിടെ പോയിൻ്റുള്ള നമ്പറാണ് ഫസ്റ്റത്തെ നോൺ സീറോ തൊട്ട് ലാസ്റ്റ് നമ്പർ വരെ. ഫസ്റ്റത്തെ നോൺ സീറോ എന്ന് പറയുന്നത് 1 ആണ്. 1, 2, 3, 4 കണ്ട, ഇവിടെയും എന്താണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പഠിച്ചിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 30 ഓറഞ്ചസ്. 30 ഓറഞ്ചസ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു എക്സാക്റ്റ് നമ്പർ ആയതുകൊണ്ട് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? ഇൻഫിനിറ്റ്. ഇനി 200 സ്റ്റുഡൻസിൽ ഒരു എക്സാക്റ്റ് നമ്പറാണ്, അതും എന്താണ്? ഇൻഫിനിറ്റ് തന്നെ. ഇനി ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? ഇത് ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ്. ഫസ്റ്റ് നോൺ സീറോ തൊട്ട് ലാസ്റ്റ് വരെ എണ്ണാം. 1, 2, 3, 4, 5. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഉള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ. 4ാമത്തെ ക്വസ്റ്റ്യൻ 710.010. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? അതായത് ഇതൊരു ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ്. ഫസ്റ്റ് നോൺ സീറോ തൊട്ട് അങ്ങോട്ട് ലാസ്റ്റ് വരെ എണ്ണാം. 1, 2, 3, 4, 5, 6. എത്രയാണ്? 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഇതിലുള്ളത്. ഇതാണെങ്കിലോ ഇതും പോയിന്റ് ഉള്ളത് കൊണ്ട് 1, 2, 3. ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. ഇനി 3.15 × 10⁻46. ഈ പവറിനെ നമ്മൾ 0 ആക്കി എടുക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എത്ര ഉണ്ട്? പോയിന്റ് ഉള്ളത് കൊണ്ട് നോൺ സീറോ തൊട്ട് ലാസ്റ്റ് വരെ 1, 2, 3 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇനി ഇത് നോക്കി, ഇത് പോയിന്റ് ഇല്ലാത്ത നമ്പറാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? നോൺ സീറോ തൊട്ട് ലാസ്റ്റ് വരെ എടുക്കാൻ പാടോ? ഇല്ല. 2 0ൻ്റെ ഇടയിൽ 2 അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് 0 അല്ലാത്ത നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 1, 2 ഇത് 2 എടുക്കാൻ പാടില്ല. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. എന്നാൽ ഇവിടെ നോക്കിയേ, ഇതൊരു പോയിന്റ് ഉള്ള നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ എടുക്കണം. അത് തെറ്റരുതിട്ട് നന്നായി പഠിക്കുക. 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.